ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് A6 ഫ്രെയിമിൻ്റെ എഡിറ്റിങ്ങും പ്രിൻറ്റിങ്ങും ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്യാം. ക്യാൻവ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ കസ്റ്റം സൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യാം. അതിൽ നമ്മൾ യൂണിറ്റ് എന്നുള്ളത് ഇഞ്ചാക്കി കൊടുക്കുക. പിന്നെ വിഡ്ത്ത് ഏകദേശം 4ഉം ഹൈറ്റ് 6 ആക്കി കൊടുക്കുക. നമ്മൾ A6 ഫ്രെയിമിൽ 4 to 6 ഫ്രെയിമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ 4 to 6 എന്ന് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരെ നമ്മൾ ന്യൂ ഡിസൈൻ കൊടുക്കുക. അതിൽ മേ ബി നമുക്ക് ബ്ലാങ്ക് പേജായിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് വരും, ഡിസൈൻഡ് ആയിട്ടുള്ളത് വരും. അത് സെലക്ട് ചെയ്യാം. അത് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിലുള്ള ടെക്സ്റ്റും ഡിസൈനും പിക്ചേഴ്സൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും, അതിൽ ഡിലീറ്റ് എന്നുണ്ടാവും. അത് അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്ലാങ്ക് പേജ് കിട്ടും. ഇനി ഇതിലാണ് നമ്മൾ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എലമെൻസിൽ പോയിട്ട് നമ്മൾ ഫ്രെയിം നടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഫ്രെയിംസ് വരും. അതിലിപ്പോൾ ഞാൻ ഈ ഒരു ഫ്രെയിമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് പിക്ചർ മാത്രമാണ് ഫ്രെയിമിൽ വേണ്ടത്, വേറെ ടെക്സ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ ഒരു പിക്ചർ അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിട്ട് തന്നെ വരുന്ന രീതിയിൽ ഞാൻ ആ ഫ്രെയിം ജസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സൈഡും ഏകദേശം നമ്മൾ മുകൾ ഭാഗവും എല്ലാ സൈഡും നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്രെയിമിലേക്കാണ് നമ്മൾ പിക്ചർ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ഫയൽസിൽ പോവാം. അപ്ലോഡ് ഫയൽസിൽ പോയിട്ട് നമ്മൾ പിക്ചർ സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാലറിയിൽ പോയിട്ട് നമ്മൾ പിക്ചർ സെലക്ട് ചെയ്യാം. പക്ഷേ നമ്മൾ അപ്ലോഡ് ഫയൽസിൽ നിന്ന് കൊടുക്കുന്ന പിക്ചറിനാണ് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുക, ക്ലിയർ ഉണ്ടാവുക. നമ്മൾ പ്രിൻ്റ് എടുത്ത് വരുമ്പോൾ കൂടുതൽ ക്ലിയറും ക്ലാരിറ്റി ഉണ്ടാവുക ഈ അപ്ലോഡ് ഫയൽസ് നിന്നെടുത്ത പിക്ചേഴ്സിനാണ്. ഗ്യാലറിയിൽ നിന്നെടുത്ത പിക്ചേഴ്സിന് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പിക്ചർ ഏകദേശം നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഫ്രെയിമിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ അതിൽ ഫില്ലായിട്ട് വരും. നമ്മൾ വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ, നമ്മൾ ഇതിനനുസരിച്ച്. അങ്ങനെ അതിന് ശേഷം നമ്മളത് സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാലറിയിലേക്കായിട്ട് സേവ് ചെയ്യാം. മറ്റേത് നമ്മൾ PDF പ്രിൻ്റായിട്ട് സേവ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പം ആ ഒരു ഓപ്ഷനിൽ നമ്മൾ PDF പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇത് നേരെ നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് ഇമെയിലായിട്ടോ വാട്സപ്പായിട്ടോ ഒക്കെ അയച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഗ്യാലറിയിൽ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ സേവ് ടു ഗ്യാലറി എന്ന് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്യാലറിയിൽ സേവ് ചെയ്ത ഇത് നമ്മൾ ഇനി A4 ഷീറ്റിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യണം. അതായത് ഞാൻ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഷോപ്പിൽ കൂടുതലും A4ലാണ് അവർ പ്രിൻ്റ് എടുത്ത് തരാറുള്ളത്. അത് ഓരോ ഷോപ്പിലും ഓരോ ടൈപ്പായിരിക്കും, ചിലവർ A6 ആയിരിക്കും. അപ്പോൾ ഞാൻ കൊടുക്കുന്നതിൽ A4 ആണ്. അപ്പോൾ ഞാൻ A4ലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ക്യാൻവ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ സെർച്ച് ബാറിൽ പോയിട്ട് A4 ഡോക്യുമെൻ്റ് എന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ടായിരിക്കും വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡിസൈൻ ഉള്ളതായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ബ്ലാങ്ക് ആയിട്ട് വരികയെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈനുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അതിൽ ഇതുപോലെ പിക്ചേഴ്സ് ആയാലും ടെക്സ്റ്റ് ആയാലും അല്ലെങ്കിൽ വേറെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനാണ് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ കുറച്ച് ലൈൻസും ചെറിയൊരു ഡിസൈനും ഉണ്ട്, ഒരു ബ്ലാക്കിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോന്നെടുത്തിട്ട് ആ ഡിലീറ്റ് ഓപ്ഷൻ അടിച്ചു കൊടുത്താൽ എല്ലാം ഡിലീറ്റ് ആയി പോയിക്കോളും. അതിൽ ഞാൻ ഒരു ലൈന് മാത്രം അവിടെ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മളിപ്പോൾ ഈ എടുത്തിട്ടുള്ളത്
A4 ഒരു ഷീറ്റാണ്, അതായത് A4 ഡോക്യുമെൻ്റാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അതായത് ഒരു A4 നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ അത് ഏകദേശം A5 ആണ് വരിക. അതായത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ഭാഗം A5ഉം മറ്റേ ഭാഗം A5ഉം. നമുക്ക് ഇപ്പോൾ A5ൻ്റെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതൊരു നമുക്കൊരു ഐഡിയ ആണ്. അതായത് A4 നമ്മൾ ഡിവൈഡ് ചെയ്താൽ അത് A5 ആണ് വരിക. നമ്മൾ A5 ഡിവൈഡ് ചെയ്താൽ നമുക്കത് A6 ആണ് വരിക. അതായത് ഇതുപോലെ A5 നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഒരു ഭാഗം A6 ആണ് വരിക. ഞാൻ ചെയ്യുന്ന ഫ്രെയിം ഇപ്പോൾ ഇതുപോലത്തെ ഈ ഒരു ഫ്രെയിം സെറ്റാണ്. അതായത് A4 A5 ഡിവൈഡ് ചെയ്താലുള്ള ഒരു ഭാഗത്തിൻ്റെ ഒരു സൈസിലാണ് ഞാൻ A6 ഫ്രെയിം ഇപ്പോൾ ചെയ്യുന്നത്. അത് ഈ A6 ഫ്രെയിം 2 തരത്തിലുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 6:4 എന്ന് പറഞ്ഞല്ലോ. അത് ഇതേപോലെ ഹൈറ്റും വിഡ്ത്തും ഏകദേശം ഒരേ ഒരു സൈസിൽ വരുന്ന ഒരു A6 ഫ്രെയിം നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു ടൈപ്പാണ്, ഈ ഒരു ഫ്രെയിമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അതാണ് ഇതേപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനാണ് ഞാൻ അവിടെ ഒരു ലൈന് അറിയുന്ന ഒരു ഇതിൽ നമ്മൾ സൈസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ലൈന് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ പിന്നെ അപ്ലോഡ് ഫയൽസിൽ പോയിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ എടുത്ത് ഇതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ PDF പ്രിൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. അതാണ് കുറച്ചുകൂടെ നമുക്ക് നല്ലത്. കാരണം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരാൻ അതാണ് നല്ലത്. നമ്മൾ PDF പ്രിൻ്റ് ആക്കിയിട്ടല്ല എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഇത് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പ്രിൻ്റ് എടുക്കുക. അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്ന ഷീറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഒരു സൈഡിൽ നമ്മൾ A6 ഞാൻ ഈ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത്. മറ്റേത് പിന്നെ ബാക്കി ഞാൻ വേറെ കസ്റ്റമർക്കുള്ളത് ജസ്റ്റ് അത് പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഫ്രെയിം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഫ്രെയിം അതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ.